വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനീസ് ആക്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. Popular Products Limited is a company incorporated in India having total share capital of 20 crores. The share capital comprises of 20 lakh equity shares of 100 each. Delight Products Limited and Happy Products Limited hold 2,50,000 and 3,50,000 shares respectively in Popular Products Limited. Another company, Cheerful Products Limited, holds 2,50,000 shares in Popular Products Limited. Jovial Limited is the holding company for all the above three companies, namely Delight Products Limited, Happy Products Limited and Cheerful Products Limited. Can Jovial Limited be termed as a subsidiary company of Popular Products Limited if it controls composition of directors of Popular Products Limited? State the related provision in favor of your answer. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ആൻസർ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിനെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ അതിലേക്ക് എത്താൻ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹോൾഡിംഗ് കമ്പനിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയെ പറ്റിയിട്ടുമാണ് പറയുന്നത്, അല്ലേ? ഹോൾഡിംഗ് കമ്പനിയുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ആൻഡ് സബ്സിഡറി കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 87. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. അവരുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 crores ആണ്. അതായത് 20 lakh ഇക്വിറ്റി ഷെയർ ഓഫ് 100 ഈച്ച്. പിന്നെ പറയുന്നത് ഡിലൈറ്റ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഹാപ്പി പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയെ പറ്റി പറയുന്നുണ്ട്. ഇവരുടെ ടോട്ടൽ ഷെയർ, അതായത് ഹോൾഡ് ചെയ്യുന്ന പോപ്പുലർ ലിമിറ്റഡിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത് 2,50,000 3,50,000 ആണ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ. ഇനി വേറൊരു കമ്പനി പറയുന്നത് ഏതാണ്? ചീർഫുൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ്, അല്ലേ? ചീർഫുൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? 2,50,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എവിടെ? പോപ്പുലർ ഈ ഷെയർസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് എവിടേക്കാണ്? പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, അതായത് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ഈ ഷെയർസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന കാര്യം, ജോവിയൽ ലിമിറ്റഡ് ഈസ് ദ ഹോൾഡിംഗ് കമ്പനി ഓഫ് ഫോർ ഓൾ ദ എബോവ് 3 കമ്പനീസ്. അതായത് ഈ കമ്പനീസിൻ്റെ എല്ലാത്തിൻ്റെയും ഹോൾഡിംഗ് കമ്പനി ആരാണ്? ജോവിയൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? എന്താണ് ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ കൺട്രോളിങ് കമ്പനി ആയിരിക്കും നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന കമ്പനീസിനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്നും പറയും. ഓക്കെ, ഇനി ഈ ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനി ആവണോ സബ്സിഡറി കമ്പനി ആവണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ആസ് പെർ കമ്പനീസ് ആക്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് controls the composition of ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവർ കൺട്രോൾ ചെയ്യുന്ന, അവർക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ വോട്ടിംഗ് പവറിലും കൺട്രോൾ ഉണ്ടായിരിക്കണം. എത്ര? കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദ വോട്ടിംഗ് പവർ, അല്ലേ? കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദ വോട്ടിംഗ് പവർ. ഓക്കെ, ഈ രണ്ട് കേസിലാണ് നമ്മൾ എന്താ പറയുക, ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് ആ കമ്പനി ആ കമ്പനി ഹോൾഡിംഗ് കമ്പനി ആണോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി ആണോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 2 കേസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? ആദ്യമേ അവർ ഷെയർസിൻ്റെ ഫുൾ കാൽക്കുലേഷൻ, അതായത് എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലേ? രണ്ടാമത്തെ കേസിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഷെയർസ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഹോൾഡിംഗ് കമ്പനിയാണോ സബ്സിഡറി കമ്പനിയാണോ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതായത് ക്യാൻ ജോവിയൽ ലിമിറ്റഡ് ബി ടേംഡ് ആസ് എ സബ്സിഡറി കമ്പനി ഓഫ് subsidiary company of
പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് കൺട്രോൾസ് കോമ്പോസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് അല്ലേ. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സെക്കൻഡ് കേസിലാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഫസ്റ്റ് കേസിൽ നമുക്കിപ്പം അനലൈസ് ചെയ്യുമ്പം നമുക്ക് ഷെയർസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. അതായത് ഈ സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഷെയർസിൻ്റെ ടോട്ടൽ ഒന്ന് എടുത്താലോ. ഇപ്പോൾ ഓൾറെഡി ഡിലൈറ്റിൻ്റെ പറയുന്നുണ്ട്, ഹാപ്പിയുടെ പറയുന്നുണ്ട്, ചിയർഫുളിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഷെയർസിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഡിലൈറ്റിൻ്റെ എത്ര തന്നിരിക്കുന്നത് 2,50,000 തന്നിട്ടുണ്ട്. ഹാപ്പിയുടേത് 3,50,000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിയർഫുളിൻ്റെത് 2,50,000 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവർ ടോട്ടൽ എടുക്കുമ്പം 8,50,000 ആണ് ടോട്ടൽ എന്നല്ലേ. ഈ 8,50,000 എന്ന് പറയുന്നത് ടോട്ടൽ ഷെയർസിന് ഷെയർ ക്യാപിറ്റലിൻ്റെ ഹാഫ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ വന്നോ, അതായത് അതിൻ്റെ പകുതിയെങ്കിലും വന്നോ? ഇല്ല, ലെസ് ദാൻ ആണ് അല്ലേ. ലെസ് ദാൻ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെസ് ദാൻ വന്നതുകൊണ്ട് ഇത് ഈ ഒരു പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. സോ ജോവി ലിമിറ്റഡ് എന്തല്ല, ഈസ് നോട്ട് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് അല്ലേ. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് കേസിൽ തന്നിരിക്കുന്ന ഷെയർസിൻ്റെ കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആ ഷെയർസ് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ടോട്ടൽ ഷെയർസ്, ആ 3 കമ്പനിയുടെയും ടോട്ടൽ ഷെയർസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അതായത് ഷെയർ ക്യാപിറ്റലുമായിട്ട് അവർക്ക് മോർ ദാൻ ഷെയർ ക്യാപിറ്റലുമായിട്ട് അവർക്ക് വരുന്നില്ല, കൂടുതൽ വരുന്നില്ല. അപ്പം എന്താണ് ജോവി ലിമിറ്റഡ് എന്ന് പറയുന്നത് പോപ്പുലർ പ്രോഡക്ട്സ് ലിമിറ്റഡിൻ്റെ എന്തല്ല, ഹോൾഡിംഗ് കമ്പനി അല്ല. ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ എടുക്കുമ്പോഴത്തേക്കിനും എന്താ ഇവിടെ ചോദിച്ചേക്കുന്നത്, ക്യാൻ ജോവി ലിമിറ്റഡ് ബി ടേംഡ് ആസ് എ സബ്സിഡറി കമ്പനി ഓഫ് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് ഇഫ് ഇറ്റ് കൺട്രോൾസ് കോമ്പോസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. അതായത് ഇപ്പോൾ ജോവി ലിമിറ്റഡ് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സിന് മേലൊരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോവി ലിമിറ്റഡിന് എന്തെങ്കിലും സബ്സിഡറി കമ്പനി ആകാൻ പറ്റും. അതായത് പോപ്പുലർ പ്രൊഡക്ട്സിൻ്റെ സബ്സിഡറി കമ്പനി ആകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആകാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് വൈ? നോ എന്നാണ് ആൻസർ വരുന്നത്. ജോവി ലിമിറ്റഡ് ഇപ്പം പോപ്പുലർ ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സിന് മേലിൽ കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഹോൾഡിംഗ് കമ്പനിയാണ് ആവുന്നത് അല്ലേ. ജോവി ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും ആവുന്നത്. ഇപ്പം ജോവി ലിമിറ്റഡ് സബ്സിഡറി കമ്പനി ആവണമെന്നുണ്ടായിരുന്നെങ്കിൽ പോപ്പുലർ കമ്പനി ആയിരിക്കണം ജോവി ലിമിറ്റഡിൻ്റെ എബോവ് എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ വരേണ്ടത്, അത് ഹോൾഡിംഗ് കമ്പനി ആവേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സിഡറി കമ്പനി ജോവി ലിമിറ്റഡ് സബ്സിഡറി കമ്പനി ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, സബ്സിഡറി കമ്പനി ആണോ എന്നുള്ളതാണ്. പക്ഷെ അല്ല, ഹോൾഡിംഗ് കമ്പനിയാണ് ആവുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറിങ്ങിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, 2 കേസിലെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ആൻസർ എഴുതുന്നത് എങ്ങനെ നോക്കാം. പ്രൊവിഷൻ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 as per the provisions of the Companies Act 2013. നമുക്ക് 2 പ്രൊവിഷൻ എഴുതാനുണ്ട്. ഒന്ന് ഹോൾഡിംഗ് കമ്പനിയുടെ എഴുതാനുണ്ട്, പിന്നെ സബ്സിഡറി കമ്പനിയുടെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരുമിച്ച് എഴുതുന്നത് നല്ല പോയിന്റ് വൈസ് എഴുതുകയാണെങ്കിൽ വാല്യൂ കുറച്ചും കൂടെ ഈസി ആയിരിക്കും മാർക്ക് ഇടാനും. നിങ്ങൾക്ക് ഈ ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവും. എ കമ്പനി ഈസ് എ ഹോൾഡിംഗ് കമ്പനി. ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊവിഷൻ എഴുതാം. എ കമ്പനി ഈസ് എ ഹോൾഡിംഗ് കമ്പനി in relation to one or more other companies means a company of which such companies are subsidiary companies. Second point, subsidiary company പറ്റി നമുക്ക് എഴുതാം. A subsidiary company in relation to any other company means a company in which the holding company
First one controls the composition of board of directors, exercises or controls more than one half of the total voting power either on its own or together with one or more of its subsidiaries അല്ലെങ്കിൽ subsidiary companies one of its subsidiary companies, provided that such class or classes of holding companies as may be prescribed shall not have layers of subsidiaries beyond such number as may be prescribed. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം പ്രൊവിഷൻ ഇത്ര എഴുതിയിട്ടുണ്ട് അല്ലേ. പ്രൊവിഷനിലത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾഡിംഗ് കമ്പനിയെ പറ്റി ഇൻക്ലൂഡ് ചെയ്യണം, സബ്സിഡറി കമ്പനിയെ പറ്റി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് അത് ഹോൾഡിംഗ് ആണോ അല്ലെങ്കിൽ സബ്സിഡറി ആണോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രൊവിഷൻസും, ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊവിഷൻസും ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സിഡറി കമ്പനീസിൻ്റെയും പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പ്രൊവിഷൻ എഴുതി കഴിഞ്ഞ് നമുക്ക് അടുത്ത അനാലിസിസ് എഴുതാം. ഇവിടെ നമുക്ക് അനാലിസിസും കൺക്ലൂഷനും കൂടെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പം അനാലിസിസ് എഴുതാം. അനാലിസിസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണേൽ ഇൻ ദ പ്രസൻറ്റ് കേസ് അല്ലെങ്കിൽ ഇൻ ദിസ് കേസ് എന്ന് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ ടോട്ടൽ share capital of Popular Products Limited is 20 crores. $12 lakh. Equity shares of 100 each. വേറെ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 100 each. Yes. Delight Products Limited, Happy Products Limited and Cheerful Products Limited together hold 8,50,000 shares. അതായത് 2,50,000 പ്ലസ് 3,50,000 പ്ലസ് 2,50,000 അല്ലേ, ഇൻ പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് and also Jovial Limited is the holding company for all the above 3 companies. ഇത്രയാണ് നമുക്ക് പ്രൊവിഷനകത്ത് അനാലിസിസിനകത്ത് നമുക്ക് എഴുതാനുള്ള ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി. ഇനി നമുക്ക് കൺക്ലൂഷൻ എഴുതാം. അതായത് ഇപ്പോൾ നമ്മൾ അനാലിസിസ് എഴുതുമ്പോൾ നിങ്ങൾ ആ ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി എഴുതണം എന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ഈ പോപ്പുലർ ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് പോപ്പുലർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം, സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം പോപ്പുലർ ലിമിറ്റഡ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആണ് എന്നൊന്നും പറഞ്ഞാൽ അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണ്ട.
ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. എന്തൊക്കെയാണ് പോപ്പുലർ ലിമിറ്റ് തന്നേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ മോഡലാണ് വരുന്നെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഷെയർ എന്താണെന്ന് എഴുതുക. പിന്നെ അതുപോലെ തന്നെ അതായത് ഓരോ അവരുടെ സബ്സിഡി കമ്പനീസിൻ്റെ ഷെയർസ് എത്രയാണോ അത് മെൻഷൻ ചെയ്യാം. ഷെയർസ് മെൻഷൻ ചെയ്യുക, പ്ലസ് അതിൻ്റെ ടോട്ടൽ ഷെയർസ് എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ദെൻ ഹോൾഡിംഗ് കമ്പനി പറയുന്നുണ്ടെങ്കിൽ ആ ഹോൾഡിംഗ് കമ്പനിയെ മെൻഷൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്താൽ മതി. ആസ് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യനിൽ ഒരു ബ്രീഫ്, അതൊരു സമ്മറി അത്രമാത്രം മതി അനാലിസിസിന്. അത് അനാലിസിസ് മാത്രം എഴുതുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും കൂടെ ആഡ്, ഈ 2 പോയിൻറ്റ്സും കൂടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഷോർട്ടാക്കി ഈ 2 പോയിൻറ്റ്സും കൂടെ അനാലിസിസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഈ ഒരു ഹാഫ് മാർക്കൊക്കെ ഉള്ളൂ ഒരു അനാലിസിസിന് കിട്ടുന്ന മാർക്ക്. ഏറ്റവും കൂടുതലും പ്രൊവിഷനും ആണ് മാർക്ക് കിട്ടുന്നത്. പ്രൊവിഷൻ കറക്റ്റാക്കി എഴുതുക, കൺക്ലൂഷനും കറക്റ്റാക്കി എഴുതുക. അനാലിസിസിന് ഒരു 1/2 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു 1/2 മാർക്ക് അത്രയൊക്കെ വരുള്ളൂ ഒരു അനാലിസിസിന് കിട്ടുന്ന മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൺക്ലൂഷനിലേക്ക്. ഇപ്പം നമ്മൾ പ്രൊവിഷൻ എഴുതി, അനാലിസിസ് എഴുതി, ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഇനി നമുക്ക് കൺക്ലൂഷൻ എഴുതാം. നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങാം. ജോവിയൽ ലിമിറ്റഡ് എലോങ് വിത്ത് ജോവിയൽ ലിമിറ്റഡ് എലോങ് വിത്ത് ഇറ്റ്സ് സബ്സിഡറീസ് ഹോൾഡ് 8,50,000 shares in Popular Products Limited, which is less than 1/2 of its, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലേ, 1/2 of its total share capital. Hence Jovial Limited is not a holding company of Popular Products Limited. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ എന്താണ് ഹോൾഡിംഗ് കമ്പനി അല്ല. ഇനി അടുത്ത സെക്കൻഡ് കേസിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ്, അല്ലെങ്കിൽ ഇൻ സെക്കൻഡ് കേസ് it is given that Jovial Limited controls the composition of directors of Popular Products Limited. So Jovial Limited is a holding company of Popular Products Limited, is a holding company of and not a subsidiary company. ഓക്കെ, ഇനി നമ്മൾ കൺക്ലൂഷൻ എഴുതാം. ഇത് നിങ്ങളുടെ വേർഡ്സിൽ കുറച്ചുകൂടി ഷോർട്ടാക്കി എഴുതണമെങ്കിൽ എഴുതാം. മോസ്റ്റ്ലി ഷോർട്ടസ്റ്റ് വേ ആണ് ഇപ്പം ഞാൻ എഴുതിയേക്കുന്നത്. കുറച്ചും കൂടെ വിത്ത് എന്താ പറയുക, പ്രൊവിഷനും അനാലിസിസും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷൻ എഴുതിയേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എടുത്തേക്കുന്നത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിലുള്ള മോഡൽ ടെസ്റ്റ് പേപ്പറിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കുക, തന്നെത്താനെ ഒന്ന് എഴുതാൻ പറ്റുമോ നോക്കുക. അതിൻ്റെ കൂടെ MTPയിലും RTPയിലും അതുപോലെ നമ്മുടെ മോഡൽ ടെസ്റ്റ് പേപ്പറിലും പ്രീവിയസ് ഇയറിലും ഒക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിയും. അതായത് ഒരു സബ്സിഡറി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ആ 2 പ്രൊവിഷനും പഠിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പഠിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ സ്റ്റഡി ഈസിയർ ആക്കാനും കുറച്ചുകൂടെ നല്ലൊരു റിവിഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.